കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. പല രീതിയിലും നമ്മൾ തയ്യാറാക്കിയെടുക്കാറുണ്ട് അല്ലേ. വളരെ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് അഭിപ്രായം കൂടി പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കില്ലേ കേട്ടോ. ആദ്യം നമുക്ക് ശർക്കര എടുത്തൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് അളവിനനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ. ഞാനിവിടെ സാധാരണ വെല്ലം 3 അച്ച് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇട്ടിട്ടുള്ളത്. അത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് അതെല്ലാം ഒന്ന് അലിയിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണിയാനായിട്ട് വെക്കണം. കൂടുതലൊന്നും തണിയണ്ട കേട്ടോ. ഇനി നമുക്ക് ചെറിയ 2 പഴം, ചെറുപഴല്ലേ, അത് നല്ല പഴുത്തത് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ചേർത്തപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടായിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കണം. മാവിൻ്റെ അളവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരല്പം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയാണ് ഇട്ടത്. നമ്മൾ പെട്ടെന്നാണ് തയ്യാറാക്കി എടുക്കുന്നത്. അരച്ചിട്ടോ അല്ലെങ്കിൽ പൊടിച്ച് കൊണ്ടുവന്നിട്ടോ ഒന്നും അല്ല കേട്ടോ. പാക്കറ്റ് പൊടി കിട്ടിയതാണ്. അതൊരല്പം ഒഴിച്ചിട്ട് നല്ല ചൂടായിട്ടുള്ള ശർക്കര ഉരുക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്തു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂട് തന്നെയാണ് കേട്ടോ. എന്നാൽ തിളച്ചതല്ല, ഒരല്പം തണിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളുപ്പ് കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അരിപ്പൊടി ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാകത്തിനുള്ള ശർക്കര വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ജ്യൂസില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ അവരവരെ ഇഷ്ടം പോലെ. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അപ്പക്കാരോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ടതില്ല. ഇത് നല്ല ചൂടിൽ കുഴച്ചതുകൊണ്ട് എനിക്ക് അപ്പക്കാരോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആവും, നല്ല സോഫ്റ്റും ആവും. ഇതും കൂടി ചേർത്ത് കൊടുത്താൽ ദോശയുടെ മാവിൻ്റെ അത്രയും ലൂസല്ല, എന്നാൽ കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തോ. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്താൽ മതി. ഈ സമയം കുറച്ച് തേങ്ങാക്കൊത്ത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതും ഇഷ്ടം പോലെ. കൂടുതലൊക്കെ ഇട്ട ഉണ്ണിയപ്പം കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ ഇതിലേക്ക് ഈ മാവിലേക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കിയത്. അല്പം ഏലക്കാപ്പൊടിയാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്തു. നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്തു. കൂടുതലങ്ങ് ബ്രൗൺ ആവണ്ട. ഇനി നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ അതങ്ങ് പാകത്തിനായിക്കോളൂ കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തും ഏലക്കാത്തിരിയൊക്കെ അവരവരെ ഇഷ്ടം പോലെ. ഇനി ഞാനിതിലേക്ക് എള്ളാണ് കേട്ടോ ചേർക്കണത്. നല്ലൊരു ഹെൽത്തിയും അല്ലേ. പിന്നെ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുന്നതും നല്ലൊരു ടേസ്റ്റാണ്. ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരത്യാവശ്യം എള്ളും കൂടി ഞാനിതിലേക്ക് ചേർത്തു. ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം കേട്ടോ. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പാകത്തിന് കുറച്ച് മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അടിഭാഗമൊക്കെ ഒന്ന് മൂത്ത് ഉണ്ണിയപ്പം ഒന്ന് ഇങ്ങനെ പൊങ്ങി വരും എണ്ണയിലേക്ക്. അപ്പോഴാണത് അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവുക. ഈ സമയം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് എണ്ണയിൽ ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. ഇതേപോലെ മൂത്ത് പൊങ്ങി വരുന്നത് കണ്ടില്ലേ. ഈ സമയം നമുക്കൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു കോല് വെച്ച് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കൂടുതലങ്ങ് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഞാൻ ഒരു ട്രിപ്പ് മൂത്തത് കുറച്ച് ഹാർഡായിപ്പോയി. ഒരു പാകത്തിന് ഒരു ഗോൾഡൻ കളർ വന്നിട്ടില്ലേ, ഇതേപോലെ എടുത്താൽ മതി. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയണേ. ലൈക്ക് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.